എങ്ങനെയാണ് ബിൽ ഗേറ്റ്സ് ലോകത്തെ മുഴുവൻ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളെ നിയന്ത്രിക്കുന്നത് എന്നും എങ്ങനെ ലോകത്തെല്ലാവരെയും വാക്സിനേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നും എങ്ങനെയാണ് ലോകത്തെ മുഴുവൻ ആളുകളുടെയും ബയോമെട്രിക് ID ശേഖരിക്കാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി മറയത്തിരിക്കുന്ന രാജാവിൻ്റെ ക്രൂരനായ മന്ത്രി ഇന്ത്യയിലെ ഒരു നാട്ടുരാജാവിനെ കൂട്ടുപിടിച്ച് രാജാവിൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ പരിശ്രമിക്കുന്നു. 11 വർഷം മുമ്പ് ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ സോഷ്യൽ എക്സ്പെരിമെൻ്റ് നടത്തി. അതെ, 120 കോടി ജനങ്ങളുടെ ബയോമെട്രിക് ID ശേഖരിക്കുക. ആധാർ, ഐറിസ് സ്കാനിങ്ങും ഫിംഗർ പ്രിൻറ്റും ഉൾപ്പെടെ ഒരു ഇന്ത്യൻ പൗരൻ്റെ മുഴുവൻ വിവരങ്ങളും സെൻട്രലൈസ്ഡ് ഡാറ്റാബേസിലേക്ക് ആഡ് ചെയ്യുകയും 12 അക്ക തിരിച്ചറിയൽ സംഖ്യ ഓരോ പൗരനും നൽകുകയും ചെയ്തു. ഈ ആധാറിനെ ഗവൺമെൻറ്റിൻ്റെ എല്ലാ സേവനങ്ങളും ഉപയോഗപ്പെടുത്താനുള്ള മാനദണ്ഡമാക്കുകയും ചെയ്തു. രസകരമെന്ന് പറയട്ടെ, ആധാറിൻ്റെ ചീഫ് ആർക്കിടെക്റ്റായ ഇൻഫോസിസ് കോഫൗണ്ടർ കൂടിയായ നന്ദൻ നിലേക്കാനി മന്ത്രിയുടെ ബിൽ ഗേറ്റ്സിൻ്റെ ഒരു പഴയ സുഹൃത്തായിരുന്നു എന്ന് മാത്രമല്ല, ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷൻ്റെ കോ ഇമ്പാക്റ്റ് എന്ന ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ പാർട്ട്ണർ കൂടിയായിരുന്നു അദ്ദേഹം. എന്തുകൊണ്ട് ഇന്ത്യയെ തിരഞ്ഞെടുത്തു എന്ന് ചോദിക്കുന്നു. നോക്കൂ, ലോകത്തിലെ 6 ഇന്ത്യക്കാരനാണ്. ഇന്ത്യയിലും ചൈനയിലും കൂടി ഒരു പ്രവർത്തനം നടത്തിക്കഴിഞ്ഞാൽ ലോകത്തിലെ 37% ജനസംഖ്യയിൽ പരീക്ഷണം നടത്തിയതിന് തുല്യമാണ്. ഞാൻ പറയുന്നില്ല, നന്ദൻ നിലേക്കാനിയെക്കുറിച്ച് ബിൽ ഗേറ്റ്സ് തന്നെ പറയട്ടെ. My friend Nandan Nilekani is one of India's best-known entrepreneurs. He led the creation of the world's largest biometric ID system. Now, he's working to promote his platform to improve the lives of the world's poorest people. There are more than 1 billion people around the world who don't have any kind of ID. You can't do anything in life without an ID. പല വേദികളിലും നമ്മുടെ മന്ത്രി ഇന്ത്യയിൽ നടപ്പിലാക്കിയ ആധാറിനെ കുറിച്ച് പ്രശംസിച്ചിട്ടുണ്ട്. ഞങ്ങൾ റിസർവ് ബാങ്കുമായും നന്ദൻ നിലേക്കാനിയെ പോലെയുള്ള ആളുകളുമായും കൂടി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞതാണ്. Well, Aadhar is a huge asset for India. It was designed very well. The fact that you can make digital payments so easily, you can open a bank account. India is a leader in that. Our foundation, worked with the Reserve Bank. Nandan Nilekani and a group of people that he pulled together did a great job. ആധാറിനെ കുറിച്ച് പ്രശംസിച്ചതിൽ അതിശയിക്കാനില്ല. ആധാറിൻ്റെ ചീഫ് ആർക്കിടെക്റ്റായ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനെ പ്രശംസിച്ചതിലും അതിശയിക്കാനില്ല. ബയോമെട്രിക് ഡാറ്റ കളക്ട് ചെയ്യുന്ന ആധാറിൻ്റെ പ്രധാന സഹായി ഇഡീമിയ എന്ന കമ്പനിക്ക് ബിൽ ഗേറ്റ്സുമായുള്ള ബന്ധമാണ് നമ്മളെ കുഴപ്പത്തിലാക്കുന്നത്. ഇഡീമിയ ബയോമെട്രിക് ഡീറ്റെയിൽസ്, വ്യക്തിഗത വിവരങ്ങൾ ശേഖരിക്കാൻ ആധാറിനെ സഹായിച്ച പ്രൈവറ്റ് കമ്പനി. ആധാറിൻ്റെ ഐറിസ് റെക്കഗ്നൈസേഷനു സഹായിച്ച ഇതേ കമ്പനി തന്നെയാണ് ചൈനയിലെ ഗവൺമെൻറ്റിനു വേണ്ടി അവിടുത്തെ ജനങ്ങളുടെ ഫേഷ്യൽ റെക്കഗ്നൈസേഷൻ കളക്ട് ചെയ്യാൻ സഹായിച്ചത്. ഇതേ കമ്പനി തന്നെയാണ് അമേരിക്കയിൽ ഡിജിറ്റൽ ഡ്രൈവിംഗ് ലൈസൻസിനു വേണ്ടി ഡാറ്റ ശേഖരിക്കുന്നതും. കഴിഞ്ഞില്ല, ഞാൻ മുൻപ് പറഞ്ഞ ഗവി വാക്സിനേഷൻ അലയൻസ് എന്ന സംഘടനയുടെ സഹായത്തോടുകൂടെ കുഷി ബേബി എന്ന ഇന്ത്യൻ കമ്പനിക്ക് ഡിജിറ്റൽ ഐഡൻറ്റിഫിക്കേഷൻ നെക്ലസ് നിർമ്മിച്ചു കൊടുത്തതും ഇവർ തന്നെയാണ്. കഴിഞ്ഞില്ല, ഏഷ്യൻ പസഫിക്കിൽ റീസൈക്കിൾ ചെയ്യാൻ കഴിയുന്ന ഡെബിറ്റ് കാർഡ്, മറ്റ് പേയ്മെൻറ്റ് കാർഡുകൾ എല്ലാം നിർമ്മിക്കുന്നതും ഇവർ തന്നെയാണ്. അതുപോലെ ഇനി ഇന്ത്യയിൽ വരാൻ പോകുന്ന കോൺടാക്ട്ലെസ് റുപേ ചിപ്പ് കാർഡുകൾക്ക് പിന്നിലും ഇവർ തന്നെയാണ്. ഇഡീമിയ എന്ന കമ്പനിക്കും സാമ്പത്തിക സഹായം നൽകുന്നത് ആരാണ്? നിങ്ങൾക്ക് മനസ്സിലായി കാണും, ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷൻ. GSMA ഇൻക്ലൂസീവ് ടെക് ലാബ് എന്ന കമ്പനി മുഖാന്തരമാണ് ഇത്തവണ ഫണ്ടിംഗ് നടത്തുന്നത്. യഥാർത്ഥത്തിൽ മന്ത്രി ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിൽ നടപ്പിലാക്കിയ ആധാറിനെ ലോകത്ത് മുഴുവൻ വ്യാപിപ്പിക്കാനാണ്. 2014 വേൾഡ് ബാങ്ക് ഐഡൻറ്റിഫിക്കേഷൻ ഫോർ ഡെവലപ്മെൻറ്റ് ഇനീഷ്യേറ്റീവ് എന്ന പേരിൽ ID4D എന്ന സംരംഭത്തിന് തുടക്കം കുറിച്ചു. അതെ, 21-ാം നൂറ്റാണ്ടിലെ കണ്ടുപിടുത്തങ്ങൾ ഉപയോഗിച്ച് ലോകത്തെ എല്ലാവരുടെയും വിവരങ്ങൾ ശേഖരിക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. UN സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ 2030 ഗോൾ 16.9 വരുന്ന 10 വർഷത്തിനുള്ളിൽ ബർത്ത് രജിസ്ട്രേഷൻ ഉൾപ്പെടെ ലോകത്തെ എല്ലാ ജനങ്ങൾക്കും ലീഗൽ ഐഡൻറ്റിറ്റി നൽകുക എന്നുള്ളതാണ് UNൻ്റെ അജണ്ട. എന്നാൽ യഥാർത്ഥത്തിൽ ആരാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ? നിങ്ങൾക്ക് മനസ്സിലായി കാണും. ID4D മൾട്ടി ഡോണർ ട്രസ്റ്റ് ഫണ്ട് MDTF രൂപീകരിച്ചത് തന്നെ ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷൻ്റെ പ്രാഥമിക സഹായത്തോടു കൂടിയാണ്. എല്ലാം യാദൃശ്ചികം. ID4Dയുടെ ഉപദേശക സമിതിയിൽ ബിൽ ഗേറ്റ്സ് ഹീറോ എന്ന് വിശേഷിപ്പിച്ച ആധാറിൻ്റെ ചീഫ് ആർക്കിടെക്റ്റ് കൂടിയായ നന്ദൻ നിലേക്കാനി ഉൾപ്പെട്ടതും യാദൃശ്ചികം.
മന്ത്രി തന്നെ പറഞ്ഞതാണ്, അതെ, ഞങ്ങൾ ആധാറിനെ ലോകവ്യാപകമായി രംഗത്ത് കൊണ്ടുവരാൻ വേൾഡ് ബാങ്കിനെ സഹായിക്കുന്നുണ്ട് എന്നുള്ളത്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, സാമ്പത്തിക ഭദ്രത, സാധാരണക്കാർക്ക് ഗവൺമെൻറ്റിൻ്റെ സഹായങ്ങൾ എളുപ്പത്തിൽ ലഭിക്കാൻ എന്ന പേര് പറഞ്ഞ് ഇവർ നടപ്പിലാക്കുന്ന ഡിജിറ്റൽ ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റംസ് ചില നന്മകൾ ഉൾക്കൊള്ളുന്നതാണെങ്കിലും ബിസിനസ് എന്നതിലുപരി ലോകത്തെ മുഴുവൻ ആളുകളുടെയും നിയന്ത്രണം കരസ്ഥമാക്കുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം. 2015 US ട്രഷറി സംഘടിപ്പിച്ച ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഫോറം എന്ന പരിപാടിയിൽ വെച്ച് മന്ത്രി ബിൽ ഗേറ്റ്സ് നടത്തിയ ഒരു മികച്ച പ്രഭാഷണമാണ് യഥാർത്ഥത്തിൽ ലോകത്തിൽ ഇത്തരമൊരു ഡിജിറ്റൽ ഐഡിയുടെ രൂപീകരണത്തിന് തറക്കല്ലിട്ടത്. Every country really needs to look through these KYC Know Your Customer rules to make sure that customers are able to prove who they are. But of course, in many countries, you don't have any type of ID system. And the lack of an ID system is a problem, not just for the payment system, but also for voting and health and education and taxation. And so it's a wonderful thing to go in and create a broad identification system. Again, India is a very interesting example of this, where the Aadhar system, which is a 12-digit identifier that's correlated to biometric measures, is becoming pervasive throughout the country and will be the foundation for how we bring this low-cost switch to every mobile phone user in India. The same type of thing is happening now in Pakistan, and there's early beginnings of creating these ID programs in Africa as well. We expect to be able to use the ID so that when you show up for any government service, say you walk into a primary health clinic, we'll be able to take that bio-ID very quickly and bring up your electronic health record. Even if you've moved from one part of the country to the other, you will be well tracked and well served. You will be well tracked and well served. സാമ്പത്തിക മേഖലയെ ഡിജിറ്റൽ വൽക്കരിക്കണമെങ്കിൽ ആദ്യം ലോകത്തെല്ലാവർക്കും ഇപ്പറഞ്ഞ ഡിജിറ്റൽ ID നടപ്പിലാക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ പേരും പറഞ്ഞ് സാധാരണക്കാരെയും ഈ സംവിധാനത്തിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് കഴിയുകയുള്ളൂ. യഥാർത്ഥത്തിൽ ഈ സംവിധാനത്തിൻ്റെ ലക്ഷ്യം തന്നെ ഗവൺമെൻറ്റിനെയോ പേയ്മെൻറ്റ് പ്രൊവൈഡേഴ്സിനെയോ അംഗീകരിക്കാത്തവരെ അല്ലെങ്കിൽ അവർക്കെതിരായി നിൽക്കുന്നവരെ എളുപ്പത്തിൽ നിയന്ത്രിക്കുകയും അവരുടെ ഇടപാടുകൾ കണ്ടുകെട്ടാനും സഹായിക്കൽ മാത്രമാണ്. Go underground where you have lots of legitimate transactions mixed in with the ones you want to track. And once they're going over a digital system that the US has no connection to, it's far more difficult to find the transactions that you want to be aware of or that you want to block. സ്വകാര്യത മനുഷ്യജീവിതത്തിൽ നിന്ന് പറിച്ചെടുക്കപ്പെട്ടിരിക്കുന്നു. നോക്കൂ, എളുപ്പത്തിൽ പറഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള പണം നിങ്ങൾക്ക് ഞാൻ നൽകിയാൽ ആ ഇടപാട് ഞാനും നിങ്ങളുമല്ലാതെ മറ്റാരും അറിയുന്നില്ല. മറിച്ച് ഡിജിറ്റൽ പേയ്മെൻറ്റിലൂടെയാണ് നൽകുന്നതെങ്കിൽ ആ ഇടപാടിനെ നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും ഇല്ലാതാക്കാനും മന്ത്രിയെപ്പോലുള്ളവർക്ക് സാധിക്കും. ലോകത്തെ മുഴുവൻ ആളുകളുടെ ഇടപാടുകളും നിയന്ത്രണ വിധേയമാക്കുക എന്നുള്ളത് മന്ത്രിയുടെ കേവലം സ്വപ്നവാക്കുകളല്ല, മറിച്ച് സത്യമാകാൻ പോകുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ബയോമെട്രിക് ഐഡിയുടെയും ഡിജിറ്റൽ പേയ്മെൻറ്റിൻ്റെയും സൂത്രധാരൻ യഥാർത്ഥത്തിൽ ബിൽ ഗേറ്റ്സ് ആണ്. നോക്കൂ, 2012 ബിൽ ആൻഡ് മെലൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷൻ ബെറ്റർ ദാൻ ക്യാഷ് അലയൻസ് എന്ന സംരംഭത്തിന് തുടക്കം കുറിക്കുന്നു. അതെ, ബെറ്റർ ദാൻ ക്യാഷ് അലയൻസ്. ലോകത്തെ ഗവൺമെൻറ് പ്രൈവറ്റ് സംവിധാനത്തെ കൂട്ടുപിടിച്ച് ലോകത്ത് മുഴുവൻ പണം ഉപയോഗിക്കുന്നതിന് പകരം ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനം കൊണ്ടുവരാനുള്ള കൂട്ടായ്മ. എവിടെ തിരഞ്ഞുപോയാലും നമുക്ക് ഈ മനുഷ്യൻ്റെ കരങ്ങൾ കാണാൻ സാധിക്കും. ബഹുമാനപ്പെട്ട ഇന്ത്യൻ ഗവൺമെൻറ് അർദ്ധരാത്രി കള്ളപ്പണം കണ്ടുകെട്ടാനെന്ന വ്യാജേന നോട്ട് നിരോധിച്ചതിനു പിന്നിൽ തിരഞ്ഞുപോയാലും മന്ത്രിയുടെ കറുത്ത കരങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. The bold move to demonetize high-value denominations and replace them with new notes with higher security features is an important step to move away from a shadow economy to an even more transparent economy. And digital transactions really, I think, will rise dramatically here. In fact, I think in the next several years, India will become the most digitized economy, not just by size, but by percentage as well. All of the pieces are now coming together. To have that digital infrastructure, the whole way you think about government benefits can be done differently. Over time, all of these transactions will create a footprint. And so when you go in... പുതിയ ഡിജിറ്റൽ പേയ്മെൻറ്റിനെ സഹായിക്കുന്ന ധീരമായ പ്രവർത്തനമാണ് ഇന്ത്യയിലെ നോട്ട് നിരോധനമെന്ന് നമ്മുടെ മന്ത്രി ബിൽ ഗേറ്റ്സ് പ്രധാനമന്ത്രിയെ പ്രശംസിച്ചത് നമ്മൾ കേട്ടതാണ്. ചില കാര്യങ്ങൾ എനിക്ക് പരസ്യമായി പറയാനുണ്ട്.
നിർബന്ധിത വാക്സിനേഷൻ, ബയോമെട്രിക് ID, പണരഹിത ഇടപാടുകൾ എല്ലാം ചിതറിക്കിടക്കുന്നു. ഇവയെ കൂട്ടി വായിച്ചാൽ ചില സത്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെടുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. മന്ത്രിയുടെ ആഗ്രഹം ലോകത്തെ എല്ലാവരെയും വാക്സിനേറ്റ് ചെയ്യുകയും എല്ലാവരുടെയും വ്യക്തിഗത വിവരങ്ങൾ ശേഖരിക്കുകയും ഈ ശേഖരിച്ച ഡിജിറ്റൽ ID നമ്മുടെ ചെറിയ ഇടപാടുകൾക്കടക്കം നിർബന്ധമാക്കുകയും ഇടപാടുകാർക്കോ ഗവൺമെൻറ് സംവിധാനങ്ങൾക്കോ എതിരെ പ്രവർത്തിച്ചാൽ നിഷ്പ്രയാസം അവരെ ഒതുക്കി തീർക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ബിൽഗേറ്റ്സ് ഉദാഹരണമായി എടുത്തു കാണിക്കുന്ന ലോകത്ത് മുഴുവൻ നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്ന ഈ ആധാർ, ഇന്ത്യയുടെ അഭിമാനമായ രാഷ്ട്രീയ നേതാക്കൾ പറയുന്ന ഈ ആധാർ യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു ഡിജിറ്റൽ IDയെ എങ്ങനെ ദുരുപയോഗം ചെയ്യാൻ കഴിയും എന്നതിന് ഉത്തമമായ ഒരു ഉദാഹരണമാണ്. 2018 ജനുവരിയിൽ ട്രൈബൂൺ ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യൻ ജനതയുടെ മുഴുവൻ വ്യക്തിഗത വിവരങ്ങൾ, പേര്, അഡ്രസ്സ്, പോസ്റ്റൽ കോഡ്, ഫോട്ടോ, ഫോൺ നമ്പർ, ഇമെയിൽ അടക്കം വെറും 500 രൂപയ്ക്കാണ് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വിൽക്കപ്പെട്ടത്. UIDAI തന്നെ വ്യക്തമാക്കിയതാണ് 210 വെബ്സൈറ്റുകളിൽ സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉൾപ്പെടെ ഈ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് എന്ന്. ചില റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യക്കാരെ മുഴുവനായി ട്രാക്ക് ചെയ്യാൻ ഒരു 360 ട്രാക്കിംഗ് ഡാറ്റാബേസ് ഇന്ത്യൻ ഗവൺമെൻറ് നിർമ്മിക്കുന്നു എന്ന ചില യാഥാർത്ഥ്യങ്ങൾ, ചില രേഖകൾ പുറത്തു വന്നിരുന്നു. ISROയുടെ ബുവാൻ എന്ന സംവിധാനത്തിലേക്ക് ഈ വിവരങ്ങൾ ആഡ് ചെയ്ത് ഓരോ വീടുകളും പൂർണ്ണമായും നിരീക്ഷണ വിധേയമാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നു. സ്വകാര്യത ഇനി വാക്കുകളിൽ മാത്രമാണ്. ഇതൊരിക്കലും സ്വകാര്യതയെ ബാധിക്കുന്നില്ല എന്ന് പലതവണ വ്യക്തമാക്കിയ ബിൽ ഗേറ്റ്സ്, India today is still grappling with putting in place a privacy framework, a privacy regulation, a data protection regulation. In that context, then, does it make sense, even though the matter is in court today, to link Aadhar to every possible service? Well, Aadhar is just something that avoids you pretending to be somebody else. That, you can have fake people on the government payroll. Aadhar, prevents you being on that payroll as a ghost worker. It prevents you from collecting things that you shouldn't collect or accessing a health record you shouldn't have access to. So the basic Aadhar mechanism is an identity mechanism. And so it's too bad if somebody thinks that because Aadhar is there, that in and of itself creates a privacy problem. Some of the opposition that the Aadhar project faced, there was a huge argument on privacy. Cyber security, data breaches are important issues. All these debates have actually led to India putting in the checks and balances to ensure. ഇതൊരിക്കലും സ്വകാര്യതയെ ബാധിക്കുന്നില്ല എന്ന് പലതവണ വ്യക്തമാക്കിയ ബിൽ ഗേറ്റ്സ് എർത്തനൗ എന്ന സ്വകാര്യ കമ്പനിക്ക് ഫണ്ട് ചെയ്യുന്നുണ്ട്. അതെ, എർത്തനൗ ലോകത്ത് മുഴുവൻ സ്ഥലങ്ങളിലും ഒരേ സമയം ലൈവ് സാറ്റലൈറ്റ് വീഡിയോ കവറേജ് നടപ്പിലാക്കുന്ന ഒരു കമ്പനി. ലോകത്ത് മുഴുവൻ സ്ഥലങ്ങളെയും ഒരേ സമയം നിരീക്ഷിക്കാൻ കഴിയുന്ന സംവിധാനം. സോ എവിടെ തിരഞ്ഞു പോയാലും ബിൽ ഗേറ്റ്സിനെ കാണാൻ സാധിക്കുന്നു. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ സമ്പത്തല്ല, അധികാരവും നിയന്ത്രണവുമാണ് മന്ത്രിയുടെ ലക്ഷ്യം. അതെ, ഓരോ ചെറിയ നീക്കങ്ങളും നിയന്ത്രിക്കാനും മുഴുവനായും കൺട്രോൾ ചെയ്യാനും അവർ ആഗ്രഹിക്കുന്നു. നമ്മൾ എവിടെ പോകുന്നു, ആരെ കാണുന്നു, എന്തു വാങ്ങുന്നു, എന്ത് പ്രവർത്തിക്കുന്നു എന്നവർക്കറിയണം. അതിന് മന്ത്രി ശരിക്കും ആരാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. മന്ത്രി ബിൽ ഗേറ്റ്സ് ആണ് എന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ആരാണ് ബിൽ ഗേറ്റ്സ്? എന്തിനു വേണ്ടിയാണ് ബിൽ ഗേറ്റ്സ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത്? ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ബിൽ ഗേറ്റ്സിനെ ഞാൻ നിങ്ങൾക്ക് വൈകാതെ പരിചയപ്പെടുത്താം. ഹൂ ഈസ് ബിൽ ഗേറ്റ്സ്?